ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി ടു മീ. ഹാപ്പി ആനിവേഴ്സറി ടു യു. അപ്പതാ കേക്ക് കട്ടിങ് ഒരു മധുരം പേപ്പറൊക്കെ എണ്ണത്തിന് ചേട്ടാ. ഹായ്, ബിന്ദു സ്റ്റുഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. വലിയ ഫങ്ഷനും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രമായിട്ടൊരു കുഞ്ഞ് കേക്ക് കട്ടിങ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്പോൺസർഷിപ്പിലൊക്കെയാണ് കാര്യങ്ങൾ എടുക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ എഴുന്നേറ്റ് വേടാ. അപ്പതേ ഇന്ന് കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിയെ ഞാൻ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ വ്യക്തിക്ക്? ആരോട് ആണോ? താങ്ക് യു. അപ്പൊ ഇന്നത്തെ കേക്ക് ഡിസൈൻ ഒക്കെ കണ്ടുപിടിച്ച് ഓർഡർ ചെയ്തിരിക്കുന്നത് ആൻസ്കുട്ടനാണ്. അപ്പോൾ ആൻസിന്റെ വക കേക്ക് നമ്മൾ അവിടെ ഉണ്ടാക്കി എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ പോവുക. വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഇവന് ഉടുപ്പ് വാങ്ങി നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ട് വലിയ ബാഗി ജീൻസും ഷൂസും ഇങ്ങനെ ടൗണിൽ ചെത്തി നടക്കാന്ന് പറഞ്ഞിട്ട് അവനതൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ 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 വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു കുഞ്ഞ് ആഘോഷങ്ങൾ. ബിന്ദു സ്ട്രീംസിൽ അങ്ങനെ കുഞ്ഞു ആഘോഷങ്ങളെ ഉണ്ടാകാറുള്ളൂ. അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഒരു കുഞ്ഞാഘോഷം. അപ്പം നമുക്ക് പോയിട്ട് കേക്ക് വാങ്ങാം. അപ്പം കേക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ബ്രദേഴ്സിലാണ്. ബ്രദേഴ്സ് കേക്ക് മുതലക്കോടം അവിടെയാണ് നമ്മൾ പറഞ്ഞത്. ഡിസൈനൊക്കെ ഇട്ട് കൊടുത്തു. അവർ നല്ല സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് എങ്ങനെയൊക്കെയുള്ള നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് ബ്രദേഴ്സ് കേക്ക് മുതലക്കോടം അവിടെയായിരുന്നു. അങ്ങനെ നമ്മളതാ കേക്ക് എടുക്കാനായിട്ട് എത്തി. എടുത്തോ മുട്ടുവോ? മുട്ടരുത്. വീട്ടിൽ ചെന്നിട്ട് കേക്ക് റിവീൽ ചെയ്യുള്ളൂ. അപ്പൊ ദേ നമ്മളിവിടെ വന്നിട്ട് കേക്കൊക്കെ വാങ്ങി. ആൻസോട്ടൻ്റെ വക. ആൻസ് പൈസ കൊടുക്കും. നീയല്ലേ പൈസ കൊടുക്കണേ. പിന്നെ നീ എന്തുവാ ഇത് കാണിച്ചടാ. 10 രൂപയുടെ വാങ്ങിച്ചോ. ഓക്കെ. അപ്പതാ നമ്മുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി കേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവനിപ്പോൾ വന്നോളൂ. പൊക്കിക്കോ. നമ്മുടെ കേക്ക് ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിത് എഴുതിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ എടുത്താൽ പോകും. ഇതിങ്ങനെ കീറിയിട്ട് നിരക്കി എടുക്കാം. ഒരു തുള്ളി പോലും ആക്കരുത്. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നമ്മുടെ നേരെ വെക്കണം.
അപ്പോൾ ഇതേ നമ്മൾ ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ച കേക്കാണ് കേട്ടോ. ചുറ്റും കണ്ടോ ലവ് ഒക്കെ ഉണ്ട്. ബ്രദേഴ്സ് കേക്ക് ലൈക്ക്. ഹായ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കത്തിയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ആയുധം വെച്ചുള്ള കളിയാണിനി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കൂ. എന്ത് പറയാൻ, ഒരു വർഷം മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. അപ്പൊ കേക്കൊക്കെ മുറിക്കുന്നു. കേക്ക് മുറിച്ചിട്ട് ചുള്ളൻ ചെറുക്കനാണല്ലോ. 1 ഇയറൊക്കെ ആയ എന്നെ കളിയാക്കാണ്. ചെറുപ്പായി വരുവാണ്. ഈ പറഞ്ഞാലും ചെറുപ്പായി വരുവാണ്. ഞാൻ കൊച്ചാ പിഞ്ച്. അപ്പൊ ഇതുവരെ നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും അവളെ ഇറക്കി വിടറോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാതിലും അവിടെ കൊടുക്കാനാണ് കുഞ്ഞുങ്ങളെ അടുത്ത് പോകാൻ. പ്രാണിയുടെ കുഞ്ഞുങ്ങളൊക്കെ വെളിയിലാണ് കേട്ടോ. അപ്പൊ ഇതുവരെ ബിന്ദു സ്ട്രീംസിൽ ഞങ്ങൾ 2 പേരുമായിരുന്നു. പിന്നെ ബിന്ദു സ്ട്രീംസിൽ ഇവിടെ ഒരാളെത്തി. ആളുടെ കൂടെ തന്നെ ഒരു ചാച്ചനെ കിട്ടി. ബാക്കിയുള്ള സഹോദരങ്ങളെ 7 പേരെ കിട്ടി. എല്ലാരെയും കിട്ടി. ഒരു മുത്തശ്ശനെ കിട്ടി. ഇവിടെ ഇവനൊരു മുത്തശ്ശനെ കിട്ടി. ഇവിടെ പറയുമ്പോ അത് ഇതും നോക്കാതെ പറയുമ്പോ നിനക്ക് ആരെ കിട്ടി? അതവിടെ ഇരിക്കട്ടെ, അതേ തോന്നണ്ട. പറയുമ്പോ നീ ഹാപ്പിയാണോ? നേരെ പറ, നിനക്കൊരു ഹാപ്പിനെസ്സും ഇല്ലേ? പുതിയ ഉടുപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരാൾ ഇട്ടിരിക്കുന്നത്. മാഗിയെങ്കിൽ മാഗി. ഇവിടെ ഒരാൾ നിന്നിട്ട് ഫോട്ടോവായിട്ടോണ്ടിരിക്കണം. എന്തേലൊക്കെ സംസാരിക്കാനുള്ള കാണുന്നവരും കൂടെ ഇപ്പൊ ഉറങ്ങി പോകും. ഫോട്ടോ ഇടും. കാരണം ഇന്നിവിടെ ഭയങ്കരമായ പണിയിലായിരുന്നു. കപ്പ നട്ടു, പിന്നെ പൂന്തോട്ടത്തിൽ എന്തൊക്കെ ചെയ്തു, പിന്നെ എന്നൊക്കെ ചെയ്തു. ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, ചേട്ടൻ ഇന്ന് ഫുള്ള് പണിയായിരുന്നു. ചേട്ടൻ നേരെ നോക്ക, എല്ലാരും കാണട്ടെ. പറയൂ, ഇനി എന്തെങ്കിലൊക്കെ പറയാണ്ടി പറ. മുറിച്ച് കഴിഞ്ഞിട്ട് തവണ ചേട്ടൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടോ. ചേട്ടൻ ഭയങ്കര ദുഷ്ടനാ. അപ്പൊ നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു പരിപാടി ഇല്ല. ഇല്ല, ആഘോഷങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ. പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗിഫ്റ്റൊക്കെ കൊടുക്കണം. സർപ്രൈസ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ചേട്ടൻ എനിക്ക് വലിയൊരു സർപ്രൈസ് തന്നത്. അത് ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും ഇല്ലാത്തൊരു സർപ്രൈസാണ് ചേട്ടൻ അന്ന് തന്നത്. നിനക്ക് എന്നാന്ന് മനസ്സിലായോ? അവനൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11 പൂവുണ്ട്. അതൊന്നും എണ്ണിക്കൊണ്ടിരിക്കണ്ട. അപ്പൊ ചേട്ടന് പറയാനുള്ളത് പറ. ഇപ്പൊ ഞാൻ എത്ര നേരം പറഞ്ഞു. എല്ലാരും നോക്കിയിരിക്കുക. അപ്പോൾ ഒക്ടോബർ 24 ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ദിവസമായിരുന്നു. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സുന്ദരിയും സുശീലയും സർവഗുണ സമ്പന്നയുമായ എന്നെ ഭാര്യയായി കിട്ടിയതിന്റെ 1ാം വിവാഹ വാർഷികം. അവൻ എണ്ണാൻ പോയതാ.
അത് കഴിഞ്ഞാൽ എണ്ണം പോയി. എന്തെങ്കിലൊക്കെ പറയാനുണ്ടോ? ഞാൻ നല്ല സ്നേഹവതിയല്ലേ? ഭയങ്കര സ്നേഹല്ലേ? നേടുവാ സത്യസന്ധമായിട്ട് മറുപടി. ഞാനൊരു കാര്യം ചേട്ടനോട് എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരുന്നതാ. അത് ഞാനിപ്പോ ചോദിച്ചോട്ടെ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 മുമ്പുള്ള രാത്രിയില് നേരം പുലർന്ന കല്യാണമെന്ന് അറിയാം. അപ്പൊ അന്ന് രാത്രിയിൽ എന്തായിരുന്നു ചിന്ത? എന്നാലും കല്യാണമാണല്ലോ. അല്ല, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടൊന്നുമില്ല. പിന്നെ സാധാരണ നമ്മൾ പോകുന്നു, കല്യാണം കഴിച്ചു പോരുന്നു. അല്ലാതെ വലിയ ആഘോഷങ്ങളല്ല, മനസ്സിലെ ചിന്ത. ജീവിത പങ്കാളിയെ കിട്ടും, ലൈഫ് പാർട്ട്ണറെ കിട്ടൂലേ? നമുക്കറിയാലോ. വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ വ്യത്യാസം പോകണം, പള്ളി അല്ലെങ്കിൽ പോകണം, കല്യാണം കഴിക്കണം, ഒന്ന് ജീവിക്കാം. നമ്മള് കല്യാണം കഴിഞ്ഞിട്ടല്ലേ പള്ളിയിലൊക്കെ വന്നത്, കേറിയതൊക്കെ മുതൽക്കെടുത്ത. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴല്ലേ കേറിയ? ഇല്ല, ഇല്ലല്ലോ. പോയായിരുന്നോ? അപ്പൊ ഇനി എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താതെ നമ്മൾ കട്ട് ചെയ്തോളാം. എടാ ഇവൻ ആരിവൻ? പിടിച്ചോ, നിങ്ങളാണ് കയറി പിടിച്ചോ ഒരു സൈഡില്. ഇനി ആ കൊച്ചിനെ എല്ലാരും ഒഴിവാക്കിന്ന് പറയും. അപ്പൊ ഇയാളെ കെട്ടണം ഒരു കൈ. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി ടു മീ. ഹാപ്പി ആനിവേഴ്സറി ടു യു. അപ്പതാ കേക്ക് കട്ടിങ് ഒരു മധുരം മധുരം. പേപ്പറൊക്കെ എണ്ണത്തിന് ചേട്ടാ. സൈഡിൽ ഒരെണ്ണം കൂടി വെച്ച ചേട്ടൻ എന്താ ആദ്യം നോക്കി നിക്കുവാ എനിക്ക് തരാറില്ല. അവനെ ചാടിക്കണ്ടടാ. അപ്പൊ ഇതൊന്ന് തുടങ്ങിയോളാ. അവന്റെ തുണി എടുത്തോണ്ട് വേണം. അത് സാരിയെ പറ്റിയ പിന്നെ ഭയങ്കര ഉറുമ്പ് കയറും. നല്ല കേക്കാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അവന് ഇച്ചിരി കൊടുത്തില്ല. അവിടെ കിട്ടാ മതിടാ, ഇവിടെ കിട്ടാറടാ. ഞാൻ തുടച്ചെടുത്തോളാം. സാരിയിൽ ഉറുമ്പ് കയറാതിരിക്കാന്. ഇവന് കൊടുത്തില്ലായിരുന്നോ? ഒരു കാര്യം നമുക്ക് രണ്ടാണ് ഇവന്റെ വായിലേക്ക് കുത്തിക്കറ്റ. ഇങ്ങോട്ട് നീങ്ങിക്കടാ. വെക്കിയാട്ടാ വെക്കിയാട്ടാ. അപ്പോൾ താങ്ക് യു ഡിയർ ഫ്രണ്ട്. ഇച്ചിരി തിന്നാട്ടോ, ഞാൻ സ്നേഹത്തോടെ തന്നെയല്ലേ. അതൊക്കെ ക്രീം ആടാതെ, ക്രീം ആടാതെ. ഇനിയിപ്പോ റോസാപ്പൂ പറക്കി തിന്നുന്നതിന്റെ തിരക്കിലായിരിക്കും. അത് 2 കേക്കാണ് കേട്ടോ, 2 കിലോയുടെ ഒരു കേക്കാണ്. മുകളിലൊരു കേക്ക്, താഴെ ഒരു കേക്ക്. ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്താണ് നമ്മൾ കേക്ക് കണ്ടുപിടിച്ചത്. അതോടെ വെക്കും. അപ്പോൾ നമുക്കിനി ഗിഫ്റ്റ് റിവീൽ ചെയ്യുന്ന
ഇവനാന്ന് ഇങ്ങനെയൊക്കെ. ഇവൻ എന്നാന്ന് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തതാ. ഇവൻ എന്നാന്ന് ഒരു ഉത്തരവാദിത്തം അപ്പൊ ആൻസൂട്ടന്റെ വകയായിരുന്നു നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്തത്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. വാ, ചേട്ടനെ കാണാൻ പറ്റുന്നില്ല, പുറകോട്ട് ഇറങ്ങിയൊക്കെ. അപ്പൊ ഞാൻ ചേട്ടന് വാങ്ങിയതാണ് കേട്ടോ. എന്നാ നോക്കാം, എന്നാ നോക്ക, ആളുകൾക്കത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മള് കൊണ്ടാന്നിട്ട് കവറ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. കേക്കിലേക്ക് പറഞ്ഞു പോകരുത് കേട്ടോ. കൂടെ മാറ്റി രണ്ട് ഷർട്ടാട്ടോ എടുത്തത്. ഒന്ന് നമ്മൾ തൊടുപുഴ മഹാറാണിന്ന് എടുത്തത്. ചേട്ടന് ഡ്രസ്സ് എടുത്തത് ഷർട്ടും ഒരു മുണ്ട്. ഈ മുണ്ടിന്റെ കസവൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ് കാണാൻ, വെള്ളി കസവൊക്കെ ആയിട്ട്. ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചേട്ടന് ഇല്ലാത്ത കളറാട്ടോ നമ്മൾ എടുത്തത്. ഇതൊരു ഷർട്ടും പിന്നെ ഒരു മുണ്ടുമാണ് എടുത്തത്. നോക്കൂ, ഇതൊരെണ്ണം, പിന്നെ ഒരു ജീൻസും വേറൊരു ഷർട്ടാണ്. നല്ല ഡിസൈനൊക്കെയുള്ള അടിപൊളി ഷർട്ടാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കണ്ട വഴി ആ രണ്ട് ഷർട്ടും ഞാൻ കണ്ട വഴി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വേറെ ഒന്നും കുറേ നോക്കിയെങ്കിലും അത് തന്നെയായിരുന്നു എപ്പോഴും കയ്യിൽ. നോക്കൂ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സന്തോഷം വന്നോ? എന്റെ കണ്ണൊക്കെ നിറയാത്ത അങ്ങനെയൊക്കെ വേണം വീഡിയോയിലായാലും. നമുക്കേ എല്ലാരും വിഷ് ചെയ്തോണ്ടിരിക്കാം വാട്സപ്പിലും യൂട്യൂബിലൊക്കെ. ഒത്തിരി വിഷസ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ എല്ലാരും. ഇതിൽ ഏത് ഷർട്ടാ ഇഷ്ടപ്പെട്ടെ, ഏത് ഡ്രസ്സാ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ. എന്റെ സെലക്ഷൻ നല്ലതാണോ എന്നും കമന്റ് ചെയ്യണേ. ഇനി ചേട്ടനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാരണം എന്താ ഒരു കടയിൽ ചെന്നിട്ട് ചേട്ടൻ എന്നോട് പറയുകയാണേ, ഇഷ്ടമുള്ളിടത്തോളം ഡ്രസ്സ് എടുത്തോ, ഇനി എടുക്കുമെന്ന് പറഞ്ഞോട്ടോ. സാധാരണ കടയിൽ ചെല്ലുമ്പോ ഒരു ചുരിദാർ എടുത്തിട്ട് രണ്ടാമതൊരു ചുരിദാർ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചേട്ടനെ ഇങ്ങനെ നോക്കണതാ. ഒരു 10 പ്രാവശ്യം കൈയും കാലൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. നീ എന്നാ ഇങ്ങനെ ആലോചിക്കണതാ. ഇവനും ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനായിട്ട്, ഇവനും കൂടെ ഇളക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ തവണ മാത്രം കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ചേട്ടന്റെ വർക്കറിയാം, ഇഷ്ടമുള്ളിടത്തോളം എടുത്തോ, ഇനിയും എടുക്കുക. ഇതൊന്നും പോലെ ഇതിലും വില കൂടിയത് വേണം എടുക്കാൻ. അങ്ങനെ ഞാനെന്ന് കിടന്നു, ചേട്ടാ ഇത് എന്നാ ചേട്ടാ, അവിടെ ആദ്യം കുറെ എടുത്തില്ല, ഇനി എന്നത്തിനാ പിന്നെ എടുക്കാൻ പോണേ, എനിക്ക് ഇത്ര ഒന്നും വിലയുടെ ഒന്നും വേണ്ട, ഞാനിതൊന്നും ഇടാറൊന്നും ഇല്ല അത്ര വിലയുടെ. നമ്മളാണെങ്കിൽ 100 രൂപ കൊണ്ട് വിടണമെങ്കിൽ 5 സാരിയെങ്കിലും എന്നാലും ചേട്ടൻ ഇടണം. വീണ്ടും കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേട്ടൻ വാങ്ങിച്ചെന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇത് രണ്ടാമത് ആദ്യം എടുത്തത് ഇതായിരുന്നു കേട്ടോ. വയ്യ, ആദ്യം എടുത്തതെല്ലാം കൂടെ ആദ്യം കാണിക്കാം. ഇതൊരു സാരിയാണ് കേട്ടോ, നല്ല കളറ്, അടിപൊളി നെറ്റ് മെറ്റീരിയല്. എടാ ഇതിൻ്റെ അടി കാണാൻ നല്ല രസം. ഇത് ഞാൻ ഇപ്പോഴാണ് ഇത് നോക്കൂ. നല്ലതാണെങ്കിൽ അഭിപ്രായമൊക്കെ പറയണേ, കമൻ്റൊക്കെ ചെയ്യണേ. ഇതൊരു സാരി, ഇതൊരു സാരി നല്ല രസമുണ്ട്. എനിക്ക് ഇതിങ്ങനെ കാണിച്ചിട്ട് ഇത് കണ്ട, ഇതാണ് കേട്ടോ ശരിക്കുള്ള കളർ. ഇതാണ്
അതൊരു സാരി. ഇല്ലാത്ത കളറുകളാണ് കേട്ടോ എനിക്ക്. ഇതൊരു സാരി, ഇതൊരു ഗ്രീനാണ്, ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു 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 ഗ്രീനാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതൊരു പട്ട് സാരി. പിന്നെതാ അതിടല് വോയിസ് ഭയങ്കര ആവും. വോയിസ് വരും. ഇതേ അടുത്തൊരു സാരി കേട്ടോ, ഇതൊരു സാരി ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഏത് സാരിയാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ. ഇതാ എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ചേട്ടനോ? ഇത് നല്ല കളറ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കൂടാതെ ഇങ്ങോട്ട് നോക്ക, അത് വാങ്ങിച്ചു തന്ന. ഇതൊരു ചുരിദാറ്. ഇങ്ങനെയുണ്ട് ചേട്ടാ. പിന്നെ അടിപൊളി. ഇത് ഞാൻ ഇപ്പോഴാട്ടെ ഇത് തുറന്ന് നോക്കണത്, ഓപ്പൺ ചെയ്തത്. ഇതൊരു ചുരിദാറ്. പോടെടുക്കാം. ഇതതിൻ്റെ ബോട്ടം. അതിൻ്റെ ഷോളൊന്ന് കാണിച്ചേടാ. ഇതെൻ്റെ ഷോളാണ് കേട്ടോ, നല്ല ഷോള. ഇട്ട് കഴിയുമ്പോൾ നല്ല കെറ്റപ്പായിരിക്കൂലേ, നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഇതൊന്ന്. പിന്നെ ഒരു മുന്തിരി കളർ ചുരിദാറുടെ വെച്ചാണ്. പിന്നെ പിന്നെ അടുത്തോളം പറയാം, അവസാനം ചേട്ടനെ വലിച്ച് താഴെ ഇറക്കി കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സാരിയുടെ കളറുള്ള ചുരിദാറ് ഇല്ല ചേട്ടാ, നോക്കേ. ഇത് ഇച്ചിരി ലൈറ്റ്. പിന്നെ എനിക്കൊന്നും ചെയ്യണ്ടായിരിക്കും, കറക്റ്റ് അളവായിരിക്കും. ഇതിന്റെ ഷോൾ നല്ല രസമുണ്ടല്ലോ. ഇതാ അതിൻ്റെ ഷോള്. 3 സാരി 2 ചുരിദാറ്. എനിക്ക് നല്ല ചുരിദാറില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു എൻ്റെ കൂടെ. അവസാനം ഞാൻ ചേട്ടനെ വലിച്ചോണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ തറവാട്ടിൽ പോവുക, ചാച്ചൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഈ സാരിയൊക്കെ ഒന്ന് മാറ്റി ഒരു ചുരിദാർ ഇടണം, എന്നിട്ട് വേണം പോവാൻ എനിക്ക്. അപ്പം ചേട്ടന് പുതിയ ഷർട്ടല്ലേ ഇടണേ? ആ ജീൻസ് പുതിയ ഷർട്ട് കിട്ടോ? അല്ലേ, ഞാൻ ഇതേതെങ്കിലും കിട്ടോളാം. ഞാൻ സാരി കൊടുക്കണില്ല, നീ പുതിയതല്ലേടാ ഫസ്റ്റ്. അപ്പോൾ അതെ നമ്മൾ പോവാം, അപ്പം എല്ലാവരും കൂടെ പോരെ. അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഇതാ ചേട്ടൻ വാങ്ങിച്ചെന്ന ചുരിദാറ്. കമൻ്റ് ഇടണേ നല്ലതാണെങ്കിൽ. ഇതേ എങ്ങ് നോക്കൊരു മണാളം നിൽക്കണം നോക്ക്. ഇതിൻ്റെ പൊന്നു ലിപ്സ്റ്റിക്ക് പറ്റുമോ നോക്കി.
മനഃപൂർവ്വം തന്നെ മനഃപൂർവ്വം ഒന്നുമല്ല കേട്ടോ. എടാ അതൊന്നും ചെയ്യരുത് കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ വെച്ചേക്കണതാണ്. മുടിയൊക്കെ വളർന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ വീണ്ടും ഒന്നോടെ ചെയ്യണം. കമ്മല് മാറ്റിയില്ല, സാരി. അപ്പോൾ എൻ്റെ ചുരിദാറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഞങ്ങൾ പോയി തറവാട്ടിൽ പോയിട്ട് വരാം. ചേട്ടാ ബാ പോകാം. വായോ. ചേട്ടൻ്റെ ഫോൺ എടുത്തായിരുന്നോ? അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്ന കണ്ടായിരുന്നു. പറഞ്ഞേ ഇങ്ങനെ ഒരു ഹായ് പറ. ഇങ്ങനെ ഹായ് പറ. ഇങ്ങനെ ഒരു ഹായ് പറ. ഹായ്, ഒരു ഹായ് പറ. ഹായ്. ആ ഓ ഇങ്ങനെ ഹായ് പറ. ഇങ്ങനെ വീഡിയോ കിട്ടും. വീഡിയോ കിട്ടും. ആളുകളൊക്കെ ചാച്ചനെ കാണും. ഹായ് പറ. ഇങ്ങനെ ഇങ്ങനെ കാണിക്ക. ഇങ്ങനെ കാണിക്ക. കൈ പൊക്കി ടാറ്റ കൊടുക്ക. ഇങ്ങനെ ടാറ്റ കൊടുക്ക. ടാറ്റ. ഇങ്ങനെ ഇങ്ങനെ കൈ പൊക്ക. ഇങ്ങനെ ടാറ്റ. ഇങ്ങനെ ചാത്തും തോർത്തൊക്കെ നേരെ ആരാ വെച്ച് പോയി, പൊട്ടിയിൽ പോയി അതൊക്കെ വന്നാ മതി. ആ ചാച്ചൻ ഭയങ്കര പ്രവർത്തകനായിരുന്നു. പക്ഷെ ഇന്നുവരെ വോട്ട് മാറ്റി കുത്തിയിട്ടില്ല. അതാണ് വോട്ട് കണ്ടില്ല ഇവിടെ ആവണ്ടോ. ഇതും വരെയായിട്ടുണ്ടല്ലോ മാറ്റി കുളിപ്പിക്കാനിറങ്ങിയ വേദവും ഏക്കാതെ കേൾപ്പില്ല. ചേട്ടനും അനിയനും കൂടെ കുളിപ്പിക്കാൻ ഇറങ്ങിയ മേലുതമ്പരം കാരണം കേറി പോവില്ല. ഭയങ്കര ട്രോളോട്. പിന്നെ വർത്താനം പറ. എന്നാ വർത്താനം പറഞ്ഞു. ഇന്നാളൊരു പെണ്ണുണ്ട് അവിടെ. ഞാനാ അവനിപ്പോ എനിക്ക് സങ്കടം തോന്നി. അതുകൊണ്ട് അവിടെങ്ങും കാണുന്നു. കാണേണ്ട കാലം കഴിഞ്ഞു പോയി അവളെ പറയും. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തായിരുന്നോ? സൂക്ഷിച്ച വല്ലപ്പോഴും കാണാം. സ്വപ്നം പറഞ്ഞു. ഇവിടെ ഉള്ള ആളുകൾ ആ പിള്ളേരിൽ നിന്ന് പണി പിന്നെ പയ്യെ അവിടെ ഇന്ന സോക്കള അവിടെ പോകണം. അവിടെ ചെല്ലുമ്പോൾ നേരം നൽകുമ്പോൾ രാത്രിയിൽ കേട്ടുന്നുണ്ട്. എൻ്റെ സാഹചര്യമുണ്ട്. ഈ ബുദ്ധിമാൻ്റെ സാഹചര്യമുണ്ടോ ഇരിക്കും ഒറ്റപ്പാച്ചിൽ. ഇവിടെ വന്നിറങ്ങില്ല, അവിടെ ഇറങ്ങും. അവനിപ്പോൾ കാണാനുണ്ടായാലും എപ്പോൾ വരുമോ?
ഓടിയത് ഞാൻ തീർത്തായിരിക്കുന്നത് ആ കൊച്ച് നല്ലതെന്ന് ആലോചിക്കാൻ പോയി വേഗം. ഇന്നത് സാധിക്കാറുണ്ടല്ലോ ഇവിടെ. ഹലോ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം അതാണോ പറയണ്ടത്? നമ്മളെവിടെ നിൽക്കണേ? നമ്മളിന്നൊരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാണ് ഗൈസ്. പിന്നെ തട്ടുകാരുടെ പേര് ഗഫൂർക്ക ദോസ്ത്. ഗഫൂർക്ക ദോസ്ത്. നമ്മൾ കാറിൽ നിന്ന് കഴിക്കാൻ പോവാ. സീറ്റിലെ ഗൈസ്. ഒരു ലിവർ പക്ഷെ ഇവിടുത്തെ നല്ല ഞാൻ കേട്ട്. ഇതെന്തുവാടാ ഇത്? ഇതോ ബീഫിന്റെ ഗ്രേവിയാ? ഇത് ബീഫാ? കാണിച്ചേ. ബീഫല്ലല്ലോ ഇത്, ലിവറാണല്ലോ. ഇപ്പൊ ഓട്ടിയല്ലേടാ? ശരിയാണല്ലോ. ഓട്ടിയാണല്ലോ. അപ്പോൾ അതെ, നമ്മളിവിടെ ഗഫൂർക്ക ദോസ്ത എന്ന് പറയുന്നൊരു തട്ടുകടയിലാണ് കേട്ടോ. നമ്മൾ ഫുഡ് വാങ്ങിച്ച് നമ്മളത് വണ്ടിയിൽ വന്നേക്കുവാണ്. വണ്ടിയുടെ പുറകിൽ വന്ന് നിന്ന് നമ്മൾ വന്നതാണ്. ഇരിക്കാനായിട്ട് നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നല്ല തിരക്കുള്ള, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ തിരക്കൊക്കെ കാണാനായിട്ട് കഴിയും. നമ്മളാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ട റീൽസും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാറായി. നമ്മൾ ബീഫും അതുപോലെ പോട്ടിയും ലിവറും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു. അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത വീടെന്ന് പറഞ്ഞു. ലിവറാണ് കേട്ടോ. ഇനി ഒരു ഡബിൾ ഓംലേറ്റും കഴിച്ച് നമ്മൾ ഇനി അടുത്തത് വീട്ടിലേക്ക് അതേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബൈപ്പാസ് റോഡാണിത്. അതായത് പാലാ റോഡ്, പാലാക്ക് പോകുന്ന വഴിയാണ്. പാലാ തൊടുപുഴ. ബദാം അപ്പൊ നമ്മുടെ ഓംലെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാ. നല്ല കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടത് എങ്ങനെ എടുക്കും? ഇതാ ചേട്ടൻ്റെ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. തറവാട്ടിൽ പോയി, തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ ചേച്ചിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദാ ഇവിടെ ഒരാൾ പറയാം, എന്നാൽ പിന്നെ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് വൈകിട്ട് പേ ചെയ്യാൻ പാടില്ലാന്ന്. ഞാനിപ്പോൾ ഡ്രസ്സ് മാറാൻ പോയപ്പോഴാണ് ഇതാ നമ്മുടെ കവചകുണ്ടലങ്ങളൊക്കെ ഊരി മാറ്റി നമ്മൾ പഴയ നാടൻ രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾക്കും ഇത് കണ്ട് സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരാം.
എപ്പോഴും ഈ ആനിവേഴ്സറി വീഡിയോ ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബോറൊന്നും അടുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആശംസകളൊക്കെ അറിയിക്കാത്തവർ ആശംസകളൊക്കെ വീണ്ടും അറിയിക്കാട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അത് തന്നെ ബിന്ദു ഡ്രീംസ് ഫാമിലി. പിന്നെ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു ഡ്രീംസ്. ബൈ.